ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ കുറേ ആൾക്കാരുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ട് ഫ്രീസ് ആവുന്ന പരിപാടിയാണ്. അക്കൗണ്ട് ഫ്രീസിങ് അല്ലെങ്കിൽ ലീൻ വരുന്നത്. അതായത് ഇപ്പോൾ കുറേ പേരുടെ അക്കൗണ്ട് ഇതുപോലെ ലീഗൽ മണി അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഇഷ്ടം പോലെ മെയിനായിട്ട് ഫെഡറൽ ബാങ്കിൻ്റെയും SBIൻ്റെയും കാനറ ബാങ്കിൻ്റെയും ഒക്കെ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെ മെയിനായിട്ടുള്ള അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ആവുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തന്നെ ഡെയിലി മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുക, എനിക്ക് എൻ്റെ എന്താ പറയുക പാസ്പോർട്ടിനെ ബാധിക്കുമോ, പുറത്തേക്ക് പോകുന്നത് അബ്രോഡിനെ പോകുന്നത് ബാധിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ കമൻറ്റ്സ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കുറേ വീഡിയോ അതിനെ കുറിച്ച് ചെയ്യുന്നു. നമ്മൾ ആക്ച്വലി ഒരു അഡ്വക്കേറ്റ് നമ്പറൊക്കെ കൊടുക്കണ്ടായിരുന്നു. അഡ്വക്കേറ്റ് ത്രൂ നമുക്ക് നിങ്ങളുടെ ഒരു മെയിൻ അക്കൗണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്വക്കേറ്റ് ത്രൂ ലീഗലി വേണമെങ്കിൽ അൺഫ്രീസ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങളുടെ അക്കൗണ്ടിൽ കുറേ ക്യാഷ് ഉണ്ട്, അങ്ങനെ ഹോൾഡ് ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ അഡ്വക്കേറ്റ് നമ്പറൊക്കെ കൊടുക്കാറുണ്ട്, ഹൈക്കോടതിയിൽ ഒരു അഡ്വക്കേറ്റ് നമ്പറൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ കുറേ പേര് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അഡ്വക്കേറ്റ് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് കേസ് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ച്വലി നമ്മുടെ ഈ പ്രശ്നം കാരണം തന്നെ അപ്പോൾ RBI ഒരു പുതിയ SOP 2026 അഗെയിൻസ്റ്റ് അക്കൗണ്ട് ഫ്രീസിങ്ങിനെ ഇറക്കിയിട്ടുണ്ട്. അതായത് സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്നാണ് SOP എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. അതായത് ഒരു എന്താ പറയുക, ഒരു യൂണിവേഴ്സൽ റൂൾ എന്നൊക്കെ പറയാം, അതേപോലത്തെ സംഭവമാണ് അത്. അങ്ങനെ ഒരു പുതിയ റൂള് ആക്ച്വലി ഈ അക്കൗണ്ട് ഫ്രീസിങ്ങിനെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് എതിരല്ല, അക്കൗണ്ട് ഫ്രീസിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങനെ മാത്രം ഇനിയിപ്പോൾ ബാങ്കുകൾക്കും സൈബർ പോലീസുകാർക്കൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പണ്ട് തന്നെ തോന്നിയ പോലെയായിരുന്നു ഫുൾ അക്കൗണ്ട് ഫ്രീസ്. അങ്ങനെയാണ് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ കേരള ഹൈക്കോർട്ടൊക്കെ പറഞ്ഞത് ഫുൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യരുത്, ആൾക്കാർക്ക് ജീവിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് ആ എമൗണ്ട് മാത്രം ഹോൾഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞത്. അതേ സംഭവം തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ റൂള് കുറച്ചൊന്ന് ക്വിക്കായിട്ട് തന്നെ പറഞ്ഞു പോകാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പേര് ജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ലെൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിനായിട്ട് കുറച്ച് ചേഞ്ചസ് വന്നിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഫുൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പാടില്ല, ആ വരുന്ന എമൗണ്ടിനെ മാത്രം ഫ്രീസ് ചെയ്യാനോ ഹോൾഡ് ചെയ്യാനോ പാടുള്ളൂ, ലീൻ ചെയ്യാനോ പാടുള്ളൂ. അതാണ് ആദ്യത്തെ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഫുൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആകെ പ്രശ്നമാവുക. നമ്മുടെ ക്യാഷ് എടുക്കാൻ പറ്റില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ കുറേ പേരുടെ മെയിൻ അക്കൗണ്ടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ സാലറി അക്കൗണ്ട് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് പണിയില്ല, EMI അടയ്ക്കാൻ പറ്റില്ല, EMI ഒന്നും ഹോൾഡ് ആവില്ല. ഡെബിറ്റ് ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ EMI ഒന്നും ഓട്ടോമാറ്റിക്കലി ഓട്ടോപേ ഒന്നും ആവില്ല. അപ്പോൾ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ പുതിയ വന്നേക്കുന്ന റൂളത്തെ ആദ്യത്തെ ചേഞ്ചസ് ആണ് ലിമിറ്റിംഗ് ഫ്രീസസ് ടു ഓൺലി ദ ഡിസ്പ്യൂട്ടഡ് എമൗണ്ട് റാദർ ദാൻ എൻ്റയർ അക്കൗണ്ട് മാൻഡേറ്ററി നോട്ടിഫിക്കേഷൻ. അതായത് ഇനിയിപ്പോൾ അടുത്തത് പറയുന്നത് ഇനി മാൻഡേറ്ററി ആയിട്ട് നോട്ടിഫിക്കേഷൻ ടു ദ അക്കൗണ്ട് ഹോൾഡർ വിത്തിൻ 24 hours കൊടുക്കണം എന്ന് നിയമം വന്നിട്ടുണ്ട്. കുറേ പേർക്ക് ഇത് ഇത്രയും കാലം വരുന്നതല്ലേ, കുറേ പേർക്ക് ഇത് എന്തിനാ ഫ്രീസ് ആയെന്നാണ് അറിയുന്നത്. എനിക്ക് എന്നെ കോൺടാക്ട് ആൾക്കാർക്ക് പല ആൾക്കാർക്കും എന്താ കാരണം എന്നറിയില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, ബ്രാഞ്ചിൽ വിളിച്ച് ചോദിക്കാൻ പറയും, ഇതെന്താ റീസൺ എന്നറിയണ്ടേ. അക്കൗണ്ട് ഫ്രീസ് ആവാൻ പല കാരണങ്ങളുണ്ട്. എല്ലാ അക്കൗണ്ട് ഫ്രീസുകളും അത്ര പ്രശ്നമുള്ളതല്ല, നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ കാരണം അറിഞ്ഞാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ആക്ച്വലി അത് കുറേ ബാങ്കുകൾ ചെയ്യുന്നില്ല, ഫെഡറൽ ബാങ്ക് ചെയ്യുന്നില്ല, കാനറ ബാങ്ക്, അങ്ങനെ കുറേ ഉത്തര ബാങ്കുകൾ ചെയ്യുന്നില്ല, അത് വേറെ കാര്യം, SBI അടക്കം. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ റൂൾ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിപ്പോൾ ഒരു ഫോളോ ചെയ്യുന്നത് ദൈവത്തിന് അറിയാം. അക്കൗണ്ട് ഹോൾഡറിനെ 24 മണിക്കൂറിനുള്ളിൽ അറിയിക്കണമെന്ന് പുതിയ റൂൾ വന്നിട്ടുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഇനി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അക്കൗണ്ട് അൺഫ്രീസ് ആവും വിത്തിൻ 90 days. അതായത് ഇനി പോലീസോ അല്ലെങ്കിൽ കോർട്ട് ഓർഡറോ നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോലീസ് അതിൻ്റെ സംഭവം അക്സെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമ്മുടെ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി 90 daysനുള്ളിൽ അൺഹോൾഡ് ആവും അല്ലെങ്കിൽ അൺഫ്രീസ് ആവട്ടെ. അതൊരു നല്ല പരിപാടിയാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്കിപ്പോൾ വിക്ടിം സെൻട്രിക് അപ്രോച്ച് വന്നിട്ടുണ്ട്. അതായത് ഫ്രോഡ് എമൗണ്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഫ്രോഡ് എമൗണ്ട് ബിലോ 50,000 ആണെങ്കിൽ റീഫണ്ട് ക്യാൻ ബി പ്രോസസ്ഡ് ഫാസ്റ്റർ വിത്തൗട്ട് നീഡിങ് എ കോർട്ട് ഓർഡർ. ഇപ്പോൾ ഇത്രയും കാലം നമുക്ക് 50,000 ഇപ്പോൾ എത്ര എമൗണ്ട് ആണോ ആ എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടണമെങ്കിൽ, ഇപ്പോൾ കുറേ പേര് സ്കാമിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ, അത് റീഫണ്ട് കിട്ടണമെങ്കിൽ ഇനി നമുക്ക് കോർട്ട് ഓർഡറിൻ്റെ ആവശ്യമില്ല 50,000 താഴെയുള്ളതാണെങ്കിൽ. അപ്പോൾ അത് ഒരു നല്ലൊരു മൂവ്മെൻ്റ് ആണ്. പിന്നെ നമുക്കിപ്പോൾ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് ലോ എൻഫോഴ്സ്മെന്റ് മസ്റ്റ് വെരിഫൈ കംപ്ലൈൻറ്റ്സ് പ്രോപ്പർലി ബിഫോർ ഡയറക്റ്റിംഗ് ബാങ്ക്. അതായത് ഇപ്പോൾ കുറേ തോന്നിയ ആൾക്കാരുടെ അക്കൗണ്ടൊക്കെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് തന്നെയാണ് പരിപാടി ഇപ്പോൾ കുറച്ച് കാലമായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചുമ്മാ കയറിയിട്ട് എന്താ പറയുക, സൈബർ പോലീസുകാർക്ക് ഹോൾഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും പറ്റില്ല. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ലോ എൻഫോഴ്സ്മെന്റ് മസ്റ്റ് വെരിഫൈ കംപ്ലൈൻറ്റ്സ്. ആദ്യം കംപ്ലൈൻറ്റിനെ വെരിഫൈ ചെയ്യണം, ഒറിജിനലാണോ. ഇപ്പോൾ എന്താ നമ്മളിപ്പോൾ സ്ത്രീ സുരക്ഷ കുറേ ലോസുകളുണ്ടല്ലോ, അതിങ്ങനെ കുറേ കൂതറെണ്ണം മിസ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതേപോലത്തെ പരിപാടിയാണ് ഇപ്പോൾ. അപ്പോൾ അതിന് ഇനിയിപ്പോൾ പ്രോപ്പർലി വെരിഫൈ ചെയ്താണ്ട് കംപ്ലൈൻറ്റ് പ്രൊസീഡ് ചെയ്യാൻ അല്ലെങ്കിൽ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഭവം വന്നിട്ടുണ്ട്. പിന്നെ ഇഫ് ആൻ അക്കൗണ്ട് ഈസ് ഫ്രോസൺ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ജനറലി റിക്വയർഡ് അണ്ടർ ദ ന്യൂ ഗൈഡ് ലൈൻസ്. പുതിയ ഗൈഡ് ലൈൻസ് വന്നിരിക്കുന്ന കുറച്ച് സ്റ്റെപ്പുകളാണ്. ഇമ്മീഡിയറ്റ് നോട്ടിഫിക്കേഷൻ ആണ്, await communication from the bank informing you of the fees which must be sent within 24 hours. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ ഇൻവെസ്റ്റിഗേഷനെ കോപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ട്. കോപ്പറേഷൻ വിത്ത് ഇൻവെസ്റ്റിഗേഷൻ, കോൺടാക്ട് ദ കൺസേൺ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി മെൻഷൻഡ് ഇൻ ദ ഫ്രീസ് നോട്ടിഫിക്കേഷൻ. അതായത് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാണാനൊക്കെ വെച്ച് നമുക്കൊരു മെയിൽ വരണം. അതിപ്പോൾ പല ബാങ്കുകളും ചെയ്യുന്നില്ലേ, ഫെഡറൽ ബാങ്ക്. ഞാൻ എടുത്ത് പറയാൻ കാരണം ഇവന്മാരാണ് കൊറോണ വരാത്തത്. എന്താ വെച്ചാൽ എനിക്ക് കുറേ പേര് ഇത് മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്ക് എന്താ കാരണം എന്ന് അറിയില്ല, എന്താ ഫ്രീസ് ആവാൻ കാരണം. പറയുമ്പോൾ സംഭവം സൈബർ ഫ്രീസ് ആണ്.
ഇവരൊരു നോട്ടിഫിക്കേഷനും ഇല്ല, ഒരു അറിയിപ്പും ഇല്ല, ഒന്നുമില്ല ഇവന്മാർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ഒരു ബാങ്കുകളിൽ എടുത്ത് പറയാൻ കാരണം ഉണ്ട്. അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് ബാങ്കുകളാണ്. അതായത് അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഗൈഡ് ലൈനിൽ വന്നിരിക്കുന്ന സംഭവമാണ്. കോപ്പറേഷൻ വിത്ത് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് കോൺടാക്ട് ദ കൺസേൺഡ് ലോ അതുപോലെ വേറെ കോമഡി നമ്മൾ ഒരു കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ ഡീറ്റെയിൽസ് കിട്ടിയാലേ അറിയുള്ളൂ. അപ്പോൾ ബാങ്കുകൾ നോട്ടിഫിക്കേഷൻ തന്നെ കൊടുക്കുന്നില്ല, പിന്നെ ഇങ്ങനെ കോൺടാക്ട് ചെയ്യുക. അത് മാത്രമല്ല ഇതിപ്പോൾ കൊടുക്കുന്ന കോൺടാക്ട്സ് അവരെ വിളിച്ചാൽ കിട്ടില്ല, അത് വേറെ കാര്യമായിട്ടാണ്. ഇനിയിപ്പോൾ അതൊക്കെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. കോൺടാക്ട് ദ കൺസേൺഡ് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി മെൻഷൻഡ് ഇൻ ദ ഫ്രീസ് നോട്ടിഫിക്കേഷൻ. നമുക്ക് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ട് നമുക്ക് ആ ക്യാഷ് എവിടെ നിന്നാണ് കിട്ടിയത് ഒക്കെ വേണ്ടിയിട്ട്. അതായത് സബ്മിറ്റ് ഡോക്യുമെന്റേഷൻ, വിസിറ്റ് യുവർ branch to submit necessary documents to prove the legitimacy of the fund. അതായത് ലീഗൽ റിസോഴ്സ് ആണ്. if the account remain frozen beyond 90 days without a legal order you can seek to have it unfrozen. അതായത് പിന്നെ ലീഗൽ ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് 90 ഡേയ്സിനുള്ളിൽ നമുക്ക് അൺഫ്രീസ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ അത് ഈസി ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രാഞ്ചിൽ പോയിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ പ്രൂഫും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ലെറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുക. ഇത് പല ബാങ്കുകളുടെ ബ്രാഞ്ച് മാനേജർക്കൊന്നും അറിയില്ല കേട്ടോ, അതാണ് വേറെ പ്രശ്നം. ഇപ്പോൾ പുതിയ സെപ്പറേറ്റ് മെയിൻ റൂൾ വന്നിട്ടുണ്ട്. മിക്കവാറും ഇതും കുറഞ്ഞ അറിയാൻ സാധ്യതയൊന്നുമില്ല, അത് വേറെ കാര്യം. പ്രത്യേകിച്ച് ഫെഡറൽ ബാങ്കിലൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അത്ര തല്ലിപ്പൊളി എക്സ്പീരിയൻസ് ആണ് ഫെഡറൽ ബാങ്ക്. എന്ന് വെച്ചാൽ എനിക്ക് വരുന്ന കംപ്ലയിൻസുകളുണ്ടല്ലോ, എനിക്ക് വരുന്നതല്ല, ഗ്ലോബലി അല്ല, നമ്മുടെ നാഷണൽ വൈസ് വരുന്ന അക്കൗണ്ട് ഫീസുകളിൽ പകുതി അല്ലെങ്കിൽ 3/4 അല്ലെങ്കിൽ ഒരു 70-80% ഫെഡറൽ ബാങ്കുകൾക്കാണ് വരുന്നത്. എന്തത് പിന്നെ കാനറ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക്, ഈ മൂന്നെണ്ണമാണ് മെയിനായിട്ട് എല്ലാവരുടെയും അക്കൗണ്ട് ഹോൾഡാണ്. അതെന്താ എനിക്ക് മനസ്സിലാവാത്തത്? അവരുടെ അക്കൗണ്ടിലേക്ക് മാത്രമാണ് ഈ ഇത് വരുന്നത്, ഇല്ലീഗൽ മണി. എനിക്ക് അതൊക്കെ സംഭവം എനിക്ക് മനസ്സിലാവാത്തത്. സ്റ്റേറ്റ് ബാങ്ക് വരുന്നത് നമുക്ക് പിന്നെ ഊഹിക്കാം. എന്ന് വെച്ചാൽ അത്ര അധികം അക്കൗണ്ട് ഹോൾഡേഴ്സ്, ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ഹോൾഡേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് സ്റ്റേറ്റ് ബാങ്കിനാണ്. അത് പിന്നെയും നമുക്ക് അങ്ങനെ എന്ന് വെച്ചാൽ ഇപ്പോൾ വഴിയിൽ ഒരു കാർ ഇടിച്ചത് ഒരു ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാരുതിയുടെ കാറുകളാണല്ലോ കാണുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥലമാവുന്ന മാരുതിയുടെ കാറുകളാണ്. അപ്പോൾ അതേ അവസ്ഥയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്കുകൾക്ക് അത്ര അധികം അക്കൗണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്കൗണ്ട് ഹോൾഡർ ഉള്ളത് സ്റ്റേറ്റ് ബാങ്കിനാണ്. അപ്പോൾ അതുകൊണ്ട് അത് പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഫെഡറൽ ബാങ്കിന് എനിക്ക് അക്കൗണ്ട് അവർക്കും അത്യാവശ്യം മാർക്കറ്റ് റീച്ച് സംഭവമൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഇത് കേൾക്കുന്നത് ഫുള്ള് ഒന്നെങ്കിൽ ഈ മൂന്നെണ്ണം ഏതെങ്കിലും ഒരു ബാങ്കായിരിക്കും. അതല്ലാത്ത ബാങ്കുകൾ വരുന്നത് ഭയങ്കര ലിമിറ്റഡാണ്. അതാണ് അതിൻ്റെ ഒരു കോമഡി. അത് വേറെ സംഭവം, ഒരു ചുരുളറിയാത്ത രഹസ്യങ്ങൾ എന്നൊക്കെ പറയണ പോലെ. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാം. ഇതാണ് പുതിയ റൂൾസുകൾ. ഒന്ന് നോട്ടിഫൈ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. എപ്പോഴാണ് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആവുമെന്ന് പറയാൻ പറ്റില്ല, അതാണ് അവസ്ഥ. ഞാൻ ഓൾറെഡി പറയാറുണ്ട്, നിങ്ങളുടെ മെയിൻ അക്കൗണ്ടൊന്നും ഇതുപോലെ UPI ട്രാൻസാക്ഷൻ ചെയ്യാനൊന്നും ഉപയോഗിക്കരുതിട്ടാ, പണി കിട്ടും. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അടുത്ത് കാണാം. ബൈ.